പ്രദക്ഷിണത്തിന്റെ ഏറ്റവും മുൻപിൽ സംവഹിക്കപ്പെടുന്ന വിശുദ്ധ കുരിശ് നമുക്കായി ബലിയായ ഈശോയുടെ പ്രതീകമാണ്. പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി മഹത്വം പ്രാപിച്ച ഈശോയുടെ കുരിശാണ് പുരോഹിതന്റെ അഭയ സങ്കേതം. ഈ കുരിശിന്റെ പാതയിലാണ് അദ്ദേഹം ചരിക്കേണ്ടത്. പാപമോചനത്തെയാണ് ധൂപക്കുറ്റി സൂചിപ്പിക്കുന്നത്. ഉന്നതങ്ങളിലേക്ക് ഉയരുന്ന പരിമളധൂപം പ്രാർത്ഥനയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നിർമ്മലമായ ജീവിതം നയിക്കുവാൻ കടപ്പെട്ടവനാണ് വൈദികൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രദക്ഷിണത്തിൽ സംവഹിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥം സത്യവിശ്വാസം പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികൻ എന്ന് സൂചിപ്പിക്കുന്നു. പ്രദക്ഷിണത്തിന്റെ ഏറ്റവും പിന്നിലായി തിരുവസ്ത്രങ്ങൾ കൈകളിൽ വഹിച്ച് പട്ടം സ്വീകരിക്കുവാനുള്ള ശംശാനം ശുശ്രൂഷികളാലും സഹകാർമ്മികരാലും അനുഗതനായി ആഗതനാകുന്നു. ഇത്രയും നാൾ തങ്ങളുടെ സ്വന്തമായിരുന്ന, എന്നാൽ ഇന്ന് മറ്റൊരു വലിയ കുടുംബത്തിന്റെ അംഗമാകാൻ പോകുന്ന സംസാരം ഗോപിനെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ശിരസിൽ കണ്ണുകൾ വെച്ച് അനുഗ്രഹിച്ച് യാത്രയാക്കുന്നു. ഈ ഹൃദയസ്പർശിയായ നിമിഷത്തിൽ നമുക്കും ദൈവാനുഗ്രഹത്തിന്റെ നിറവിനായി വൈദികാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
തിരുപ്പെട്ട നൽകാനായി എത്തിച്ചേർന്ന അഭിമന്യ പിതാവിന് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സ്വാഗതം ആശംസിക്കുന്നു. പെരുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തമാണിത്. അഭിമന്യ നല്ലക്കാട് പിതാവ് അഭിഷിക്തനായതിനു ശേഷം തലശ്ശേരിയിൽ വന്നപ്പോൾ മുതൽ എനിക്ക് മധ്യപിതാവിനെ ഒത്തിരിയേറെ പരിചയമുണ്ട്. പിതാവിന്റെ മന്ത്രാഭിഷേകത്തിനായിട്ട് മാണ്ഡ്യയിലേക്ക് പോകാനും എനിക്ക് അവസരം കിട്ടി. മാനന്തവാടി തിരുവനന്തപുരത്തെ മാണ്ഡ്യ മിഷൻ സെന്ററിൽ ഒത്തിരി കാലം സേവനം അനുഷ്ഠിച്ചയാളാണ് അഭിമന്യ പിതാവ്. തീർച്ചയായിട്ടും അഭിമന്യ പിതാവിന് ഈ മെത്രാൻ പദവി പിതാവിന്റെ ആ സേവനത്തിന് പ്രതിഫലമായിട്ട് ദൈവം കൊടുത്തതാണ് എന്നതിന് യാതൊരു സംശയമില്ല. കത്തോലിക്കര് വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് അതെന്ന് പറയാൻ പറ്റും. നമുക്ക് ഇന്ന് ഈ പട്ടം നൽകുവാനായിട്ട് വന്നിതാവ് ഇവിടെ വന്നതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. ഈ വരുമാനം ഇടവകാംഗങ്ങളായിട്ടുള്ള എല്ലാവരുടെ പേരിലും ഇന്ന് ഈ പട്ടത്തില് പങ്കെടുക്കുവാനായിട്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ വൈദികരുടെ പേരിലും സിസ്റ്റേഴ്സിന്റെ പേരിലും എല്ലാവരുടെയും പേരിലും ഏറെ സ്നേഹത്തോടുകൂടി വന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വരുമാനം ഇടവകയിലേക്ക് ഏറെ ഹർദമമായിട്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായുടെ പ്രതീകമാണ് കത്തിച്ച തിരി. സഭയിൽ മറ്റൊരു ക്രിസ്തുവായി പ്രകാശമേകേണ്ടവരാണ് വൈദികൻ എന്ന വൈദികാർത്ഥിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിമന്യ പിതാവും മറ്റുള്ളവർക്കായി സ്വയം എരിഞ്ഞു തീരുവാനുള്ള സന്നദ്ധതയുടെ പ്രകടനമായി വൈദികാർത്ഥിയും തങ്ങളുടെ മകൻ എന്നും ലോകത്തിന്റെ വെളിച്ചമാകണമെന്ന ആഗ്രഹത്തോടെ വൈദികാർത്ഥിയുടെ മാതാവും ഇടവക സമൂഹത്തിന്റെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കമ്മിയൻ സഭയുടെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛനും ഇപ്പോൾ തിരിതെളിക്കുന്നു. വൈദിക പദവിയിലേക്ക് ഉയർത്തണമേ എന്ന പിതാവിനോട് പ്രൊവിൻഷ്യൽ റവറൻഡ് ഫാദർ റൈജി കൈതപ്പറമ്പിൽ അഭ്യർത്ഥിക്കുന്നു. അഭിമന്യ പിതാവേ, വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ചിൻശാന ഈന്തുങ്കൽ ബോബിൻ തോമസിന് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ.
സത്യവിശ്വാസം പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികൻ എന്ന സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംശാന സഭയുടെ വിശ്വാസം ഏറ്റുപറയുകയും മാർപ്പാപ്പയെയും പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെയും അവരുടെ പിൻഗാമികളെയും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി വാഗ്ദാനം ചെയ്യുകയാണ് ഇപ്പോൾ. ഈ വിശ്വാസ പ്രതിജ്ഞ ജീവിതാന്ത്യം വരെ പാലിക്കുവാനുള്ള കൃപാവരം നൽകണമേ എന്ന ഇദ്ദേഹത്തോടൊപ്പം നല്ലവനായ ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാണ്ഡ്യാധ്യക്ഷൻ അഭിമന്യ മാർ ജോർജ് ഞങ്ങളുടെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീഹായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികവുമായ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായ തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സമാനീയമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നീതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പായെ പൂർണ്ണഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്തോയോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്തോടുകൂടി വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. വിളിക്കുന്നവനെ വിശുദ്ധീകരിക്കുന്നവനാണ് ദൈവം. അയോഗ്യതകൾക്ക് മുകളിൽ കൃപാവരങ്ങളുടെ സമൃദ്ധി ചൊരിയുന്ന അവിടുന്ന് തന്റെ അഭിഷിക്തനാകുവാനുള്ള ശംസാനിയുടെ പാപഭാരം മുഴുവൻ നീക്കിക്കളയുന്നതിന്റെ അടയാളമായി അഭിമന്യ പിതാവ് വൈദികാർക്കിയുടെ മുടിമുറിക്കുന്നു. പൗരോഹിത്യത്തിന്റെ മഹനീയതയിലേക്ക് ഉയർത്തപ്പെടുന്നവർ പാപത്തോടും ലോകാഡംബരങ്ങളോടുമുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും പരിശുദ്ധമായ മനസ്സാക്ഷിയോടുകൂടി പരിപാവനമായ ജീവിതം നയിക്കണമെന്നും തിരുസഭാ മാതാവ് ഈ കർമ്മങ്ങളിലൂടെ വൈദികാർക്കിയെ അനുസ്മരിപ്പിക്കുന്നു. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആദ്യ കാലങ്ങൾ ചെയ്യുന്നതിന്റെ രഹസ്യങ്ങൾ
നീതിയുടെ പ്രവൃത്തികളാൽ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാര്യങ്ങൾ ജഗത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും പോലും അത്ഭുതപ്പെടുത്തുന്ന മഹോന്നത ദാനമാണ് ഒരു പുരോഹിതൻ പട്ടമേൽക്കുന്നതോടെ ഫലമേൽക്കുക. ദൈവത്തിന്റെ ആലയത്തിൽ വസിച്ച് അവനിൽ ലയിച്ച് ജീവിക്കേണ്ട പുരോഹിതനെ ദേവാലയത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്നുള്ള ഗാനത്തിലൂടെ. ദൈവം താൻ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന അഭിഷിക്തരെ ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല എന്നും 84-ാം സങ്കീർത്തനത്തിലൂടെ തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. പ്രധാനമായ ദൈവമേ, അങ്ങേ ശരണപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു.